എൻ്റെ പേര് ക്ഷേത്രശില്പി എന്നാണ്. പടപ്പറ നാഗരാജേശ്വരി കരുമാരിയമ്മൻ ടെമ്പിൾ ട്രസ്റ്റിൻ്റെ തന്ത്രിയാണ്. അപ്പോൾ നെയ്യാറ്റിങ്കര സംഭവമായിട്ട് ഗോപൻ സ്വാമികളെ മരണത്തിനെ ചൊല്ലി 2 ദിവസമായി നിരന്തരം നാട്ടുകാരുടെ വളരെ വിഷമമേറിയ പ്രകടനം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നാട്ടുകാർ പറയുന്നത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും മാനസികമായി എന്തോ വിഷമമുണ്ട് എന്നാണ് അവരെ താല്പര്യം. അതുകൊണ്ടാണ് ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയണം എന്ന് പറഞ്ഞാൽ ഈ വീട്ടുകാർ അതിൻ്റെ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണല്ലോ ചുറ്റും വസിക്കുന്നത്. അപ്പോൾ അവർ പൂജയും കാര്യങ്ങളുമായിട്ട് അവരെ കുടുംബവും അച്ഛനും അമ്മയുമായിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു സന്ദർഭമാണെന്നാണ് തോന്നുന്നത്. ഈ വീഡിയോസിൽ കാണുമ്പോൾ കാണുന്നുണ്ട് ഈ പൊളിക്കാൻ വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ നമ്മളെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ട്. വീട്ടിൽ ഇപ്പം നിലവിൽ ഇതിൽ കാണുന്നത് 2 ആണും ഒരു മോളും ഒരമ്മയും. അവർക്ക് പരാതിയില്ല. ശത്രുക്കളായ നാട്ടുകാരെ പരാതിയും ആ കുടുംബത്തിനെ നശിപ്പിക്കാനുള്ള അവരാഗ്രഹവുമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസിൽ. ഇതാർക്ക് വേണ്ടിയാണ് ഈ പ്രകടനം? വീട്ടിലുള്ള ഒരാൾ എൻ്റെ അച്ഛനെ കൊന്നത് എനിക്ക് സംശയമുണ്ട്, അതുകൊണ്ട് നിയമപരമായി കല്ലറ പൊളിക്കണം എന്ന് പറഞ്ഞെങ്കിൽ ശരി. ഈ വീട്ടുകാർക്ക് മാനസികമായി കുഴപ്പമുണ്ടെന്ന് പറയുന്ന നാട്ടുകാരെ ഇഷ്ടത്തിന് ഇത് ചെയ്യുന്ന വളരെ മോശമായി പോയി. അത് ശരിയല്ല. അത് പ്രത്യേകിച്ച് ഒരു പോറ്റി പറയാണ്, എൻ്റെ അച്ഛൻ്റെ കല്ലറ പൊളിക്കുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പോൾ ഈ കുടുംബത്തിനെ മനഃപൂർവ്വം നശിപ്പിക്കാനുള്ളതാണ് ഈ നാട്ടുകാരുടെ ശ്രമവും. അതൊരു പോറ്റിയാണ് പറഞ്ഞ അതേപടി ചെയ്തിരിക്കും. അപ്പോൾ ആ കുടുംബത്തിനെ മൊത്തം നശിപ്പിക്കുക. ഒരാണായി പറഞ്ഞാൽ മാനസികമായിട്ട് അച്ഛൻ്റെ കല്ലറ പൊളിക്കുമ്പോൾ അത് ജീവൻ ഒടുക്കുക തന്നെ ചെയ്യും. അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ആ കുടുംബത്തിനെ നശിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് ഞാൻ ഈ വീഡിയോസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നീതിപീഠം ഇതിനൊരു തീരുമാനം കൈക്കൊള്ളണമെന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ്. ഇതാണ്ട് ഈ വോയിസിൽ ആ വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് നോക്കാം. ഇങ്ങനെ പല വ്യക്തികൾ ഇതുമായി ബന്ധപ്പെട്ട് എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇവരുടെ ഉദ്ദേശം എന്തിനാണ്? ആ കുടുംബത്തിനെ നശിപ്പിക്കുക. ആ കുടുംബത്തിൽ എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ ഈ ശത്രുക്കളെ വിളിച്ച് കാണിക്കേണ്ട കാര്യമില്ല. ഇതല്ലേ മനസ്സിലിരിപ്പ്. അതുകൊണ്ട് അവരെ ക്ഷേത്രവും അവരെ വീട്ടുകാരുമായി ഇതായി കാണുന്നില്ലേ? ഇതൊക്കെ വളരെ മോശമാണ്. ബഹുമാനപ്പെട്ട എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതിൽ. ബോഡി ലാംഗ്വേജും ആ കുടുംബത്തിൻ്റെ ആ ഒരു ഇത് കണ്ടാൽ മാത്രം മനസ്സിലാവുമല്ലോ. 70-80 വയസ്സായ ആളാണ്. ആ മക്കളെയും ആ കുടുംബത്തിൻ്റെയും അതെങ്ങനെയാണ് ഈ വീഡിയോയിൽ വ്യക്തമായി കാണാമല്ലോ. നമ്മളെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാർ. ഇത് വളരെ മോശമായിപ്പോയി. ഇത് പിന്നെ നമുക്ക് കണ്ടിട്ട് അത് മാനസികമായി വേദന വരുന്നത് കൊണ്ടാണ് ഈ വോയിസ് തന്നെ ഇടാൻ കാരണം. വളരെ മോശമായിപ്പോയി.